തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയിൽ പാർട്ടി ഇരുട്ടിൽ തപ്പുകയാണെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. കള്ളവോട്ട് ചേർത്തുവെന്ന് പറയുന്നത് വെറും മുട്ടാന്യായമാണ് എന്നും പ്രതിനിധികൾ പറഞ്ഞു. BJP പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. മുതിർന്ന നേതാവ് K. ഇസ്മായിലിനെതിരായ നടപടി വൈകിപ്പോയെന്നും പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വിമർശനമുയർന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ CPI തൃശ്ശൂരിലെ പരാജയത്തിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, സുനിൽകുമാർ ഉൾപ്പെടെ അതിൽ കള്ളവോട്ട് ആരോപണം ഉയർത്തി പ്രതിരോധം ഉയർത്തുമ്പോഴാണ് അതൊക്കെ വെറും മുട്ടുന്യായമാണ് എന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പറയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നടന്ന ചർച്ചയുടെ ഒരു സ്വഭാവം? അതിൽ നേതൃത്വത്തെയാണോ പ്രതിനിധികൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? വിജയകുമാർ, CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലെ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടുമായി നടന്ന പൊതുചർച്ചയിലാണ് തൃശൂരിലെ തോൽവി സംബന്ധിച്ച് ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നത്. വിവിധ ജില്ലാ കൗൺസിലുകൾ ഈ വിമർശനം ആവർത്തിക്കുകയാണ് ഉണ്ടായത്. തൃശൂരിലെ തോൽവി മുൻകൂട്ടി കാണാനോ അതിനെ പ്രതിരോധിക്കാനോ CPIക്ക് കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനമായും പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത്. തൃശൂരിൽ BJPയുടെ മുന്നേറ്റം തിരിച്ചറിയാൻ കഴിയാതെ പോയി. അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയ പരാജയമാണ് CPI നേരിട്ടത്. ഒരു മണ്ഡലത്തിൽ പോലും LDFന് മുൻപിൽ വരാൻ കഴിഞ്ഞില്ല. UDFനാകട്ടെ അവിടെ ചില മണ്ഡലങ്ങളിലെങ്കിലും 1ാം സ്ഥാനത്തേക്ക്, ഒരു മണ്ഡലത്തിലെങ്കിലും 1ാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു. എന്നാൽ CPIയുടെ ഈറ്റില്ലമായി കരുതുന്ന അന്തിക്കാട് മേഖലയിൽ പോലും സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിൽ പോലും പാർട്ടിയും മുന്നണിയും പിറകിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. BJPയുടെ മുന്നേറ്റം തിരിച്ചറിയാനോ അതിനെ പ്രതിരോധിക്കാനോ പാർട്ടിക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ തോറ്റു കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടും മറ്റും ഉയർത്തുന്ന അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് വെറും മുട്ടിനായം മാത്രമാണ് എന്നാണ് വിവിധ ജില്ലാ കൗൺസിലുകൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാവായ K. ഇസ്മായിലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടി വൈകിപ്പോയെന്ന വിമർശനവും ഈ പ്രവർത്തന റിപ്പോർട്ടിലുള്ള ചർച്ചയിൽ ഉയർന്നു വന്നു. K. ഇസ്മായിൽ പാർട്ടിയുടെ എല്ലാ അധികാര സ്ഥാനങ്ങളും പല കാലങ്ങളായി കൈയാളിയ ആളാണ്. സസ്പെൻഷനായ ഒരു നേതാവിന് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന കാര്യം മറ്റാരെക്കാളും നന്നായി K. ഇസ്മായിലിന് അറിയാം. എങ്കിൽ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നത് പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് കാണിക്കുന്നത്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല, മുതിർന്ന ആളുകൾക്കും പാർട്ടി വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് K. ഇസ്മായിലിന്റെ പ്രതികരണങ്ങളെന്നും പ്രതിനിധികൾ വിമർശിച്ചു. എറണാകുളം ജില്ലയാണ് K. ഇസ്മായിലിന്റെ കാര്യത്തിൽ ഏറ്റവും കർശനമായ സമീപനം സ്വീകരിച്ചത്. ശ്രീജിത്ത്, K. ഇസ്മായിൽ നാളെ ഈ വേദിയിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഒരു കേൾവിക്കാരനായി അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനായി സദസ്സിൽ ഉണ്ടാകുമെന്നത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ആ സാഹചര്യം CPI പരിശോധിക്കുക, അത് പ്രതികരിക്കുക? CPI സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നാളെ ഈ ആലപ്പുഴ ബീച്ചിലാണ് ഈ റെഡ് വോളണ്ടിയർ പരേഡും ഒപ്പം തന്നെ മറ്റ് പ്രകടനവും റാലിയും ഒക്കെ നടക്കുന്നത്. അവിടെ K. ഇസ്മായിൽ എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നാളെ ആലപ്പുഴയിൽ എത്തുമെന്ന കാര്യം K. ഇസ്മായിൽ 24നോട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ K. ഇസ്മായിൽ വരുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സമാപന സമ്മേളനത്തിലെ നടപടികളെക്കാൾ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് CPI നേതൃത്വം കാണുന്നുണ്ട്. എങ്കിൽ പോലും ഏതൊരാൾക്കും പാർട്ടിയുടെ അനുഭാവികൾക്ക് പാർട്ടിയുടെ താല്പര്യമുള്ളവർക്കൊക്കെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനും അത് വീക്ഷിക്കാനും അവസരമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ തടയാൻ കഴിയുക പ്രയാസമാണ്. എങ്കിലും K. ഇസ്മായിൽ ഈ വരുന്നതും മറ്റൊരു ബദൽ നീക്കത്തിന്റെ ഭാഗമാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും ആലോചനകളും പാർട്ടിക്കകത്തുണ്ട്. പാർട്ടി സമ്മേളനം കഴിഞ്ഞാൽ താൻ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന മുന്നറിയിപ്പ് നേരത്തെ K. ഇസ്മായിൽ നൽകിയിരുന്നു. K. ഇസ്മായിലിനെതിരായ നടപടി വൈകിപ്പോയി എന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വിമർശനമൊക്കെ ഉയർന്നു. പക്ഷേ K. ഇസ്മായിൽ നാളെ സമാപന പരിപാടിയിൽ ഒരു കാഴ്ചക്കാരനായി, ഒരു കേൾവിക്കാരനായി സദസ്സിലുണ്ടാകും എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. CPI എങ്ങനെ ആ ഘട്ടത്തിൽ അതിനോട് പ്രതികരിക്കും എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. നാളെ ആ കാഴ്ച CPI സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ കാണാൻ കഴിയും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.